ായിരുന്നു ചർച്ച. ആശയവിനിമയത്തിൽ സംഭവിച്ച പിഴവുകൾ തെറ്റിദ്ധാരണകൾക്ക് കാരണമായി. അഭിപ്രായ വ്യത്യാസങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിച്ചുവെന്നും പ്രതികരണം. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു പുതിയ ദിവസത്തിൻ്റെ തുടക്കത്തിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ പ്രത്യേകതകളുള്ള ദിവസമാണ്. ഇന്ന് മകര സംക്രമ ദിവസമാണ്. തമിഴ്നാട്ടുകാർ ഇന്ന് പൊങ്കലായി ആഘോഷിക്കുന്നു. ഇന്ന് തൈപ്പൊങ്കലാണ്, ഒരു കാർഷികോത്സവത്തിൻ്റെ ദിവസമാണ് അവർക്കിന്ന്. അങ്ങനെ ഒരു ശുഭ ദിവസം ആരംഭിക്കുമ്പോൾ പക്ഷേ നമുക്ക് അത്ര നല്ല വാർത്തകളല്ല തരാനുള്ളത്. ആദ്യം അത് വയനാട്ടിൽ നിന്ന് വരുന്ന ആശങ്കയുടെ വാർത്തകളാണ്. വയനാട്ടിൽ വീണ്ടും കടുവ ആക്രമണം. ഇത് തുടർച്ചയായ 4ാം ദിവസമാണ് വയനാട്ടിൽ വളർത്തു മൃഗങ്ങളെ കടുവ ആക്രമിക്കുന്നത്. അത് വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. വയനാട് പുൽപ്പള്ളിയിലാണ് വീണ്ടും കടുവയുടെ ആക്രമണം ഉണ്ടായത്. ഊട്ടിക്കവലയിലെ ബിജുവിന്റെ ആടിനെ കടുവ കൊന്നു. വീട്ടുകാർ ബഹളം വെച്ചതോടെ കടുവ ഓടിമറഞ്ഞു. വിവരങ്ങളുമായി അനീഷ് കുമാർ ചേർന്നു. അനീഷ്, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നലെ സംസാരിക്കുമ്പോൾ അത് 3 എന്നതായിരുന്നു. വലിയ ആശങ്കയിലായിരുന്നു ആളുകൾ ഉണ്ടായിരുന്നത്. അതേ ആശങ്ക തുടരുകയാണ്. ഇന്നിപ്പോൾ വീണ്ടും കടുവയുടെ ആക്രമണം. അതും ഇന്നലെ ഏതാണ്ട് കടുവ ഇറങ്ങിയ അതേ സ്ഥലത്ത്. നാട്ടുകാർ എത്രത്തോളം ഭീതിയിലാണ്? തീർച്ചയായും ഇന്നലെ തന്നെ നമ്മൾ ഈ കണക്ക് പങ്കുവെക്കുമ്പോൾ 3ആയി മാറിയിരുന്നു. എന്നാൽ ഇന്നത് 4ആയി മാറിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഊട്ടിക്കവല പായ്ക്കണ്ടത്തിൽ ബിജുവിന്റെ ആടിനെയാണ് ഇന്നലെ രാത്രി കടുവ കൊന്നിരിക്കുന്നത്. വീട്ടുകാർ ഈ ബഹളം വെച്ചതോടെ കടുവ ഓടുകയും ചെയ്തു. സ്ഥലത്ത് വനംവകുപ്പ് വച്ചവർ നടത്തുകയുമാണ്. നമുക്കറിയാം 3 ഇടങ്ങളിലായാണ് ഇതിനകം കൂടുകൾ സ്ഥാപിച്ച് തെരച്ചിൽ നടത്തുന്നത്. പക്ഷേ ഇന്നലെ ഏതാണ്ട് കടുവ കൂടിനടുത്തേക്ക് എത്തിയെങ്കിലും ഈ കൂടിന് സമീപമുള്ള കേബിളിൽ തട്ടുകയും ആ കൂടടഞ്ഞു പോവുകയുമായിരുന്നു. ഇതേ തുടർന്ന് കടുവ രക്ഷപ്പെടുകയും ചെയ്തു. നാട്ടുകാർ തന്നെ പലപ്പോഴും പറഞ്ഞു, നേരത്തെയും ഈ കൂട്ടിനുള്ളിൽ കുടുങ്ങിയിട്ടുള്ള കടുവയാണെങ്കിൽ അത് വീണ്ടും ഈ കൂട്ടിൽ കുടുങ്ങാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് മയക്കുവെടി വെച്ച് കടുവയെ പിടികൂടി കാട്ടിലേക്ക് അയക്കുന്നതിനുള്ള ഒരു നടപടികൾ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവണം എന്നതാണ്. ഏതായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വലിയ പ്രയത്നങ്ങൾ തന്നെ നടത്തുന്നുണ്ട്. പകൽ മുഴുവൻ ഈ കടുവയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടത്തുന്നുണ്ട്. ചീഫ് വെറ്ററിനറി സർജനായ അരുൺ ചക്രയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് 3 സംഘമായി തിരിഞ്ഞ് പലയിടങ്ങളിലായി പകൽ മുഴുവൻ തെരച്ചിൽ നടത്തുന്നു. പക്ഷേ പകൽ കാലങ്ങളിൽ ഈ കടുവയ്ക്ക് സഞ്ചാരപഥം കുറവാണ് എന്നാണ് ഇന്നലെ തന്നെ DFO വ്യക്തമാക്കിയത്. രാത്രി കാലങ്ങളിലാണ് കൂടുതലായി ഈ കടുവ സഞ്ചരിക്കുന്നത്. ഒപ്പം ഏറ്റവും ശ്രദ്ധേയമായ കൗതുകരമായ കാര്യം, ഈ കടുവ ആടുകളെ മാത്രമാണ് പിടിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ കടുവയുടെ ഒരു രീതി ശ്രദ്ധിച്ചിട്ടും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത് ആടുകളെ മാത്രം പിടിക്കുന്ന ഒരു കടുവയാണ് എന്നതാണ്. കാരണം പ്രായമുണ്ട്, ഒപ്പം ആരോഗ്യപരമായ പ്രശ്നങ്ങളും ഈ കടുവയ്ക്കുണ്ട്. അതുകൊണ്ട് അധികം വേട്ടയാടി മൃഗങ്ങളെ കണ്ടെത്താനോ ഇരകളെ പിടിക്കാനോ കഴിയില്ല. അതുകൊണ്ടാണ് ഈ കൂടുകളിൽ കെട്ടിയിട്ടിരിക്കുന്ന ആടുകളെ കണ്ടെത്തുക, അവയെ വേട്ടയാടി പിടിക്കുക എന്നത് ഏറ്റവും അനായാസമായ ജോലിയെന്ന് ഈ കടുവയ്ക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്നതുകൊണ്ട് ആടുകളെ മാത്രം പിടിക്കുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത്. ഒപ്പം കേരളത്തിന്റെ ഡാറ്റാബേസിൽ ഉള്ള കടുവയല്ല, ബന്ദിപ്പൂർ വനമേഖലയിൽ നിന്നും എത്തിയ കർണാടക മേഖലയിലുള്ള കടുവയാണ് ഇതെന്നും പറയുന്നു. എന്തായാലും എങ്ങനെയും ഇനി കടുവയെ പിടിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് മാറും. കാരണം ജനങ്ങൾ ഇപ്പോൾ തന്നെ പ്രതിഷേധത്തിലാണ്. ഓരോ ദിവസം കഴിയുന്തോറും ഓരോ ആടുകളെ പിടിക്കുന്ന ഒരു രീതി കാണുന്നു. എന്തായാലും ഭാഗ്യവശാൽ മനുഷ്യരിലേക്ക് ഈ കടുവയുടെ നോട്ടം എത്തുന്നില്ല, അല്ലെങ്കിൽ ആടുകളെ മാത്രം പിടിക്കുന്ന ഒരു രീതി കാണുന്നത് കൊണ്ട് തന്നെ ചെറിയൊരു ആശ്വാസം അങ്ങനെയുണ്ട്. പക്ഷേ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഇന്ന് ഒരു പ്രതിഷേധത്തിലേക്ക് മറ്റുമൊക്കെ നീങ്ങുന്നതിനുള്ള ഒരു സാഹചര്യമാണ് മുന്നിൽ ഉള്ളത്. അനീഷ്, ഇന്നലെയൊക്കെ വനപാലകരോട് അവർ പൂർണ്ണമായും സഹകരിക്കുന്നുണ്ടായിരുന്നു. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എന്തൊക്കെ ചെയ്തിട്ടും ഈ കടുവയെ പിടികൂടാനാവുന്നില്ല. അവരുടെ ഉപജീവന മാർഗങ്ങളെയാണ് ഇപ്പോൾ കടുവ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നാളെ അവരുടെ ജീവന് നേർക്ക് തന്നെ തിരിഞ്ഞേക്കാം. അപ്പോൾ ഈ രീതിയിൽ ഇവരുടെ ഭാഗത്തുനിന്നൊരു പ്രതിഷേധത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോവുകയാണ്. നമ്മൾ മുൻപ് പലപ്പോഴും വയനാട്ടിലൊക്കെ കണ്ടിട്ടുള്ളതാണല്ലോ അത്. തീർച്ചയായും അതിനാണ് സാധ്യത. കാരണം ഇന്നലെ സ്ഥലത്ത് സ്കൂളുകൾക്ക് അവധിയായിരുന്നു. ഇന്നിപ്പോൾ ഈ പൊങ്കൽ പ്രമാണിച്ച് അവധിയുള്ള ഒരു ദിവസമാണ്. അതല്ലെങ്കിൽ സ്കൂളുകൾ അനിശ്ചിതമായി അടച്ചിടേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നാൽ കുട്ടികളുടെ കാര്യം പ്രതിസന്ധിയിലാവും. ഒപ്പം ഈ കാപ്പി വിളവെടുപ്പിന്റെ കാലമാണ്, കുരുമുളക് വിളവെടുപ്പിന്റെ കാലമാണ്. ഈ വിളവെടുപ്പ് കാലത്ത് തന്നെ ഈ വന്യമൃഗം ഇറങ്ങുമ്പോൾ രാവിലെ തോട്ടങ്ങളിലേക്ക് പോകാൻ കഴിയാത്തൊരു അവസരം സംജാതമാകും. അതുകൊണ്ട് ഈ ജനങ്ങളുടെ ജീവനോപാധിയെ വളരെ ദോഷകരമായാണ് ഈ കടുവ ശല്യം
ബാധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കടുവയെ പിടിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്നലെ തന്നെ നമ്മളോട് സംസാരിച്ചപ്പോൾ നാട്ടുകാർ പറയുന്നത് ഈ കടുവയുടെ അനാരോഗ്യം മാത്രം പരിഗണിച്ചാൽ പോരാ, ജനങ്ങൾക്കുണ്ടാവുന്ന കഷ്ടനഷ്ടങ്ങൾ കൂടി പരിഗണിക്കണം. അതുകൊണ്ട് ഈ കൂട്ടിലേക്ക് കടുവ കയറട്ടെ എന്ന നിലപാടിനപ്പുറം കടുവയെ വെടിവെച്ച് പിടികൂടി കാട്ടിലേക്ക് അയക്കുക എന്നൊരു നിലപാടിലേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തണമെന്ന ഒരു രീതിയിലേക്ക് ആളുകൾ സംസാരിച്ചു തുടങ്ങിയിരുന്നു. കാരണം വനംവകുപ്പ് ഇപ്പോഴും ആദ്യ പരിഗണന നൽകുന്നത് ഈ അനാരോഗ്യമുള്ള പ്രായമുള്ള കടുവ ആയതുകൊണ്ട് തന്നെ പിടികൂടി കാട്ടിലേക്ക് അയക്കുന്നതിനേക്കാൾ നല്ലത് ഈ കൂട്ടിൽ കുടുങ്ങിയാൽ അതിനെ കാട്ടിലേക്ക് മാറ്റുന്നതാണ് കുറച്ചുകൂടെ കൃത്യമായ മാർഗം. കാരണം ഇപ്പോൾ ആടുകളെ മാത്രമാണോ ഉപദ്രവിക്കുന്നത്, അതുകൊണ്ട് അത്തരം ഒരു രീതിയാണ് ഈ കടുവയ്ക്കുള്ളത്. ആ ഒരു രീതിയിലുള്ള ഒരു കാത്തിരിപ്പാണ് അവർക്കുള്ളത്. പക്ഷേ ഇന്നൊക്കെ പ്രതിഷേധങ്ങളിലേക്ക് ജനങ്ങൾ നീങ്ങിയാൽ വെടിവെച്ച് പിടികൂടി എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറും. എന്തായാലും പകൽ സമയങ്ങളിൽ പൂർണ്ണ നിരീക്ഷണം നടത്തുന്നുണ്ടെങ്കിൽ പോലും ആ പകൽ കടുവയുടെ ഒരു തരത്തിലുമുള്ള ഒരു മൂവ്മെന്റ് ഇല്ല എന്നാണ് ഇന്നലെയും ഫോറസ്റ്റ് അധികൃതർ വ്യക്തമാക്കിയത്. രാത്രി കാലങ്ങളിൽ മാത്രമാണ് ഈ കടുവ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് ഏതാണ്ട് ഒരു 2 കിലോമീറ്റർ ആദ്യ ദിവസത്തിൽ ഈ കടുവ കണ്ടതിന്റെ ഒരു 2 കിലോമീറ്റർ ചുറ്റളവിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. നേരത്തെ ഈ കാട്ടിലേക്ക് കടുവ പോയിരിക്കാമെന്ന ചില സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇന്നലെ രാത്രിയും ആടിനെ പിടിച്ചുകൂടി കടുവയുടെ സാന്നിധ്യം ഈ മേഖലകളിൽ തന്നെ ഉണ്ടെന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ശരി, അനീഷാണ് വിവരങ്ങൾ നൽകിയത്. വയനാട്ടിലെ പുൽപ്പള്ളിയിൽ നിന്ന്. വയനാട് ഊട്ടിക്കവലയിലാണ് ഇന്നലെ വീണ്ടും കടുവ ഇറങ്ങി ആടിനെ കൊന്നത്. ഇത് തുടർച്ചയായ 4ാമത്തെ ദിവസമാണ് കൂട്ടിൽ കെട്ടിയിട്ടിരിക്കുന്ന ആടിനെ ഈ കടുവ ആക്രമിക്കുന്നത്. അതിൽ നിന്ന് വനംവകുപ്പ് ചില നിഗമനങ്ങളിലേക്കൊക്കെ എത്തുന്നുണ്ട്. പക്ഷേ ആളുകളുടെ ആശങ്ക അത് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. മൂന്നാറിൽ ഇന്നലെ ആശങ്കയായത് ഒരു കാട്ടുപോത്താണ്. മൂന്നാറിലെ ജനവാസ മേഖലയിൽ കാട്ടുപോത്തിറങ്ങി. ശിവൻമല എസ്റ്റേറ്റ് അപ്പർ ഡിവിഷനിലെ ലൈനുകളോട് ചേർന്നാണ് കാട്ടുപോത്ത് വന്നത്. ഉച്ചകഴിഞ്ഞ് 3 മണിയോടെയായിരുന്നു സംഭവം. പ്രദേശവാസികൾ കാട്ടുപോത്തിന് മുന്നിൽ നിന്ന് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നത്തെ ദിവസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇന്ന് മകരസംക്രമത്തിൻ്റെ ദിവസമാണ്. മകരവിളക്ക് ആണ്. ശബരിമലയിൽ മകരവിളക്കിനുള്ള എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ഇന്ന് പൊങ്കൽ പ്രമാണിച്ച് സംസ്ഥാനത്ത് 6 ജില്ലകളിൽ അവധിയാണ്. തിരുവനന്തപുരം ജില്ലയിലും ഒക്കെ ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന 6 ജില്ലകളിൽ അവധിയാണ്. അപ്പോൾ മകരവിളക്കിനുള്ള ഒരുക്കങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. മകരവിളക്ക് ദർശനത്തിനായി ശബരിമലയിൽ മാത്രമല്ല ഇടുക്കി ജില്ലയിലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. 1200 പോലീസ് ഉദ്യോഗസ്ഥരെ സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുണ്ട്. KSRTC ഇവിടെ നിന്നും തിരിച്ചും പ്രത്യേക സർവീസുകളും നടത്തും. സമഗ്രമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നു. പുല്ലുമേട്, പാഞ്ചാലിമേട്, പരുന്തുംപാറ എന്നിവിടങ്ങളിൽ ജില്ലാ കളക്ടർ ഉൾപ്പെട്ട സംഘം സന്ദർശനം നടത്തി ഒരുക്കങ്ങൾ വിലയിരുത്തി. കുമളി കോഴിക്കാനം റൂട്ടിൽ രാവിലെ 6 മുതൽ വൈകിട്ട് 4 വരെ 50 KSRTC ബസ്സുകൾ സർവീസുകൾ നടത്തും. 8 ഡിവൈഎസ്പിമാർ, 19 ഇൻസ്പെക്ടർമാർ എന്നിവർ ഉൾപ്പെടെ 1200 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുള്ളത്. ഇതിനു പുറമെ 150 പ്രത്യേക ഉദ്യോഗസ്ഥർക്കും ചുമതല നൽകിയിട്ടുണ്ട്. കാഴ്ചാ കേന്ദ്രങ്ങളിൽ ഉറപ്പുള്ള ബാരിക്കേഡുകൾ സ്ഥാപിച്ചതായും ഇടുക്കി SP TK വിഷ്ണുപ്രദീപ് പറഞ്ഞു. മകരവിളക്ക് ദർശനശേഷം പുല്ലുമേട് നിന്നും സന്നിധാനത്തേക്ക് പോകാൻ തീർത്ഥാടകരെ അനുവദിക്കില്ലെന്നും ജില്ലാ ഭരണകൂടം വ്യക്തമാക്കി. പ്രധാനപ്പെട്ട മകരവിളക്ക് വ്യൂ പോയിന്റ്സ് ആയ പുല്ലുമേട്, പരുന്തുംപാറ, പാഞ്ചാലിമേട് എന്നിവിടങ്ങളിൽ കൃത്യമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പാടാക്കിയിട്ടുള്ളതാണ്. ഇതുകൂടാതെ 150ഓളം സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരെ വിവിധ ഡ്യൂട്ടികൾക്കായിട്ട് നിയോഗിച്ചിട്ടുള്ളതാണ്. ആസ്ക ലൈറ്റുകൾ പുല്ലുമേട് ഭാഗത്ത് നമ്മൾ വിന്യസിച്ചിട്ടുള്ളതാണ്. കുമിളി, പീരുമേട്, വണ്ടിപ്പെരിയാർ ഭാഗങ്ങളിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായി തേനി പോലീസിന്റെ സഹായവും തേടിയിട്ടുണ്ട്. കോഴിക്കാനം, പുല്ലുമേട് വഴിയിൽ മാത്രം 365 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. കുമിളി വഴി തിരക്ക് വർദ്ധിക്കുമ്പോൾ കമ്പംമെട്ട് വഴി തീർത്ഥാടകരെ കേരളത്തിലേക്ക് പ്രവേശിപ്പിക്കും. കുമിളി വഴി തിരികെ പോകാൻ സൗകര്യമൊരുക്കുകയും ചെയ്യും. ഗവീർ റൂട്ടിൽ മകരജ്യോതി കാണുന്നതിനായി വനത്തിനുള്ളിലെ അപകടകരമായ സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുന്നത് തടയാൻ പോലീസും വനം വകുപ്പും സംയുക്ത പരിശോധന ശക്തമാക്കും. കോഴിക്കാനം, പുല്ലുമേട് ഭാഗത്ത് പോലീസ് എയ്ഡ് പോസ്റ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. തീർത്ഥാടകർക്കുള്ള കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്തുമെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചു. BSNL പുല്ലുമേട്ടിൽ താൽക്കാലിക മൊബൈൽ ടവർ നിർമ്മിച്ച് മൊബൈൽ കവറേജ് ലഭ്യമാക്കുന്നതായി അറിയിച്ചിട്ടുണ്ടെന്നും ജില്ലാ കളക്ടർ V വിഘ്നേശ്വരി അറിയിച്ചു. ന്യൂസ് 18 ഇടുക്കി. തമിഴ്നാട്ടിൽ ഇന്ന് പൊങ്കലാണ്. തമിഴ്നാടിനൊപ്പം
കേരളത്തിലെ അതിർത്തി ഗ്രാമങ്ങളിലും പൊങ്കൽ ആഘോഷം വളരെ കാര്യമായി തന്നെ നടക്കുന്നുണ്ട്. ഇന്നലെയൊക്കെ എല്ലാ മാർക്കറ്റുകളിലും, ഈ അതിർത്തി ജില്ലകളിലെ മാർക്കറ്റുകളിലൊക്കെ പൊങ്കലിന്റെ സാധനങ്ങൾ വാങ്ങുന്നതിന്റെ തിരക്കൊക്കെ കാണാമായിരുന്നു. തോട്ടമേഖലയായ വണ്ടിപ്പെരിയാറിലും പൊങ്കലിനോടനുബന്ധിച്ചുള്ള വിപണി സജീവമായി. തമിഴ്നാടിന്റെ ദേശീയോത്സവമായ പൊങ്കൽ കേരളത്തിലെ അതിർത്തി ജില്ലകളിലും വലിയ ആഘോഷമാണ്. ഇടുക്കി ജില്ലയിൽ തമിഴ് വംശജർ അധികമുള്ള ദേവികുളം, ഉടുമ്പൻചോല, പീരുമേട് താലൂക്കുകളിലാണ് പൊങ്കൽ ആഘോഷങ്ങൾ നടക്കുന്നത്. പൊങ്കൽ ആഘോഷങ്ങൾക്കായി ഗ്രാമീണ വിപണികളും ആഴ്ചകൾക്ക് മുന്നേ സജീവമായിരുന്നു. പൊങ്കൽ ആഘോഷങ്ങളിൽ ഉപയോഗിക്കുന്ന പ്രധാന ഇനമാണ് കരിമ്പ്. തമിഴ്നാട്ടിൽ നിന്നും എത്തിക്കുന്ന കരിമ്പിന് 50 രൂപ മുതലാണ് വ്യാപാരികൾ വില ഈടാക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നാണ് കരിമ്പ് വരുന്നത്. 50 രൂപ 60 രൂപ വെച്ചാണ് നിൽക്കുന്ന കച്ചവടം ഇങ്ങനെ ചെറുതായിട്ട് വരുന്നുണ്ട്. തമിഴ് മാസമായ മാർഗഴിയുടെ അവസാന ദിവസം തുടങ്ങി തൈമാസം 3-ാം തീയതി വരെയാണ് പൊങ്കൽ ആഘോഷങ്ങൾ നടക്കുന്നത്. ഓരോ ദിവസങ്ങളിലുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത വിശ്വാസങ്ങളും ചടങ്ങുകളുമാണ് നിലനിൽക്കുന്നത്. പ്രധാന ആഘോഷമായ തൈപ്പൊങ്കൽ മകരമാസം 1-ാം തീയതിയാണ് നടക്കുക. മലർപ്പൊടിയും മധുര പലഹാരങ്ങളും പൊങ്കലിന് പ്രധാനമാണ്. തൈപ്പൊങ്കൽ, മാട്ടുപൊങ്കൽ, കാണം പൊങ്കൽ എന്നിങ്ങനെയാണ് പൊങ്കലിന്റെ ആഘോഷക്രമങ്ങൾ. ന്യൂസ് 18 ഇടുക്കി. ഇന്ന് തൈപ്പൊങ്കലാണ്. തൈപ്പൊങ്കൽ കൃഷിയാണ് ഏറ്റവും പ്രധാനം. നാളെ മാട്ടുപൊങ്കൽ, അത് കന്നുകാലികൾക്കാണ് പ്രധാനം. തൈപ്പൊങ്കൽ പ്രമാണിച്ച് സംസ്ഥാനത്ത് നേരത്തെ പറഞ്ഞതുപോലെ 6 ജില്ലകളിൽ ഇന്ന് അവധിയുണ്ട്. തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, വയനാട് എന്നീ ജില്ലകൾക്കാണ് അവധി ബാധകം. നമ്മൾ മലയാളികൾക്ക് ഈ പൊങ്കൽ ആഘോഷം അത്ര പരിചിതമല്ലല്ലോ. എന്നാലും പൊങ്കൽ ആഘോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. അതിലെ പ്രധാന ഘടകം കരിമ്പാണ്. പൊങ്കൽ മാത്രം ലക്ഷ്യമിട്ട് കരിമ്പ് കൃഷി ചെയ്യുന്ന കർഷകർ ഏറെയുണ്ട് തമിഴ്നാട്ടിൽ. റേഷൻ കടകൾ വഴി കുറഞ്ഞ നിരക്കിലും കരിമ്പ് ലഭ്യമാക്കിയിട്ടുണ്ട്. കാർഷിക വിളവെടുപ്പിന്റെയും സമൃദ്ധിയുടെയും കാലമാണ് തമിഴ്നാട്ടിൽ തൈപ്പൊങ്കൽ. പൊങ്കലിലെ പ്രധാനി കരിമ്പാണ്. പഞ്ചസാരയുടെ അംശം കുറഞ്ഞ ചെങ്കരിമ്പാണ് ആഘോഷങ്ങളിൽ പ്രധാനമായും ഉപയോഗിക്കുന്നത്. വീടലങ്കരിക്കാനും കോലത്തിൽ ഉൾപ്പെടുത്താനുമെല്ലാം ചെങ്കരിമ്പ് വേണം. കരിമ്പ്, മഞ്ഞൾ, ധാന്യങ്ങൾ എന്നിവ വച്ചാണ് പൂജകൾ നടത്തുന്നത്. തമിഴ്നാട്ടിലെ 17 ജില്ലകളിലായി 20,000-ലധികം ഏക്കർ സ്ഥലത്താണ് പൊങ്കൽ വിപണി ലക്ഷ്യമിട്ട് ചെങ്കരിമ്പ് കൃഷി ചെയ്യുന്നത്. വിളവെടുപ്പ് അവസാന ഘട്ടത്തിലാണ്. മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലാണ് ചെങ്കരിമ്പ് കൃഷി തുടങ്ങുന്നത്. മൂപ്പ് കുറവായതിനാൽ 10 മാസം കൊണ്ട് വിളവെടുക്കാം. 1 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യാൻ 2.5 ലക്ഷത്തോളം രൂപ ചെലവാകും. വലിപ്പത്തിനനുസരിച്ച് 10-15 എണ്ണം വീതമുള്ള കെട്ടുകളാക്കിയാണ് വിൽപ്പന. പൊങ്കലിലെ കരിമ്പിന്റെ മധുരം കർഷകന് കിട്ടാറില്ലെങ്കിലും ഒരു ജനതയുടെ ആഘോഷങ്ങൾക്കായി നഷ്ടം സഹിച്ചും ഇവർ കൃഷി തുടർന്നു പോരുകയാണ്. തേനി ജില്ലയിൽ ചെന്നമന്നൂരിന് പുറമെ കോട്ടൂരിലും ചെങ്കരിമ്പ് കൃഷിയുണ്ട്. ഇവിടെ നിന്നാണ് തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും കേരളത്തിലേക്കും കരിമ്പെത്തുന്നത്. റേഷൻ കടകൾ വഴി തമിഴ്നാട് സർക്കാർ 6 അടി നീളമുള്ള കരിമ്പ് കുറഞ്ഞ നിരക്കിൽ കാർഡുടമകൾക്ക് നൽകുന്നുണ്ട്. തമിഴ്നാട്ടിൽ ദേശീയോത്സവമായി ആഘോഷിക്കുന്ന തൈപ്പൊങ്കൽ ഉത്സവം കേരളത്തിന്റെ അതിർത്തി ഗ്രാമങ്ങളിലും ആഘോഷിക്കും. ന്യൂസ് 18 ഇടുക്കി. ഇനി കാസർഗോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. കാസർഗോഡ് ഒരു മെഗാ തിരുവാതിര നടന്നു. ആ മെഗാ തിരുവാതിര പള്ളിക്കര കേണമംഗലം കഴകം ഭഗവതി ക്ഷേത്രത്തിലെ പെരുങ്കളിയാട്ടത്തിന്റെ വരവറിയിച്ചായിരുന്നു. 700-ലേറെ പേർ പങ്കെടുത്ത തിരുവാതിരക്കളി കണ്ടു നിന്നവർക്കും വലിയ ഒരു കാഴ്ചയായിരുന്നു. പള്ളിക്കര കേണമംഗലം കഴകം ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ടത്തിന്റെ വരവറിയിച്ചാണ് മെഗാ തിരുവാതിര അരങ്ങേറിയത്. മാർച്ച് 4 മുതൽ 9 വരെയാണ് പെരുങ്കളിയാട്ടം. 7 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ളവർ മെഗാ തിരുവാതിരയിൽ ചുവടുവെച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്നായി 750-ലധികം പേർ പങ്കെടുത്തു.
കുട്ടികൾ പല ഭാഗത്തു നിന്ന് നീലേശ്വരത്തിൻ്റെ പല ഭാഗത്തു നിന്നാണ് ഇവിടെ തിരുവാതിരയ്ക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വന്നിട്ടുള്ളത്. അത് പല സ്ഥലത്ത് പോയിട്ടാണ് ഞാൻ ജയശ്രീ ടീച്ചറും പഠിപ്പിച്ചിട്ടുള്ളത്. 19ഓളം സ്ഥലങ്ങൾ അവർക്കൊരു ഒക്ടോബർ മുതൽ തുടങ്ങിയ സ്ഥിരമായിട്ടുള്ള പ്രാക്ടീസിൻ്റെ ഫലമാണ് 3.5 വയസ്സ് മുതലുള്ള മക്കൾ മുതൽ 70 വയസ്സ് വരെയുള്ള അമ്മമാർ വരെയുള്ള ഒരു മെഗാ തിരുവാതിരയാണ്. ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് ജയശ്രീ മൈച്ചിയും മായ കൈലാസ്നാഥുമാണ് പരിശീലിപ്പിച്ചത്. നിരഞ്ജിനി ജയരാജ്, നീന ജയകൃഷ്ണൻ, കാർത്തിക ചന്ദ്രൻ എന്നിവർ പിന്നണിയിൽ പാടി. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ 22 ഇടങ്ങളിൽ കഴിഞ്ഞ 3 മാസക്കാലം പരിശീലനത്തിലായിരുന്നു ഇവർ. തിരുവാതിര കാണാൻ 100 കണക്കിന് ആളുകളും എത്തി. ന്യൂസ് 18 കാസർഗോഡ്. ഇനിയൊരു കൃഷിയുടെ വിജയഗാഥയിലേക്ക്. വിവിധ ഇനം പച്ചക്കറികൾ കൃഷി ചെയ്ത് വിജയം കൊയ്യുകയാണ് കോഴിക്കോട് പേരാമ്പ്ര സ്വദേശി പത്മനാഭൻ. കേരളത്തിൽ നമ്മളൊന്നും അധികം കണ്ട് ശീലിച്ചിട്ടില്ലാത്ത കൃഷി ചെയ്യാത്ത ഇനങ്ങൾ പോലും അദ്ദേഹത്തിന്റെ തോട്ടത്തിലുണ്ട്. 2.5 ഏക്കർ കൃഷിയിടം. ഇവിടെ വിളയാത്തതായി ഒന്നുമില്ല. നെല്ല്, ചോളം, പയർ, കൊത്തവര, ബീൻസ്, ക്യാബേജ്, കോളിഫ്ലവർ, മുള്ളങ്കി, പാവയ്ക്ക, പടവലം, പീച്ചിങ്ങ, വെള്ളരി, കക്കിരി, ഇളവൻ മുളക് തുടങ്ങി 28 ഇനങ്ങൾ. സമൃദ്ധമാണ് പേരാമ്പ്രയിലെ കർഷകനായ പത്മനാഭന്റെ കൃഷിയിടം. കാലാവസ്ഥ അനുസരിച്ചാണ് കൃഷി. ക്യാരറ്റും ബീറ്റ്റൂട്ടും ചെറിയ ഉള്ളിയും സവാളയും ഇവിടെ വളരുന്നു. സ്വന്തം സ്ഥലത്തിന് പുറമെ 8 ഏക്കറിൽ നെൽകൃഷിയുമുണ്ട്. പാട്ടത്തിനടുത്താണ് കൃഷി. പാടവരമ്പുകളിൽ ഗ്രോ ബാഗുകളിൽ പച്ചക്കറിയും കൂൺ കൃഷിയുമുണ്ട്. അങ്ങനെ സമ്മിശ്രമായ കൃഷിരീതികൾ കൊണ്ട് തൊട്ടതെല്ലാം പൊന്നാക്കുകയാണ് പത്മനാഭൻ. ഞാനൊരു സംയോജിത രീതിയിലാണ് കൃഷി ചെയ്യുന്നത്. നെല്ല്, താറാവ്, പച്ചക്കറി, മത്സ്യം ഒന്നിച്ച്. പിന്നെ അതുപോലെ തന്നെ തെങ്ങ്, വാഴ, ഇടവിളകളായ ചേമ്പ്, ചേന, ഇഞ്ചി, മഞ്ഞൾ, കൂർക്കൽ, അതൊക്കെ ഒരു രീതിയിൽ. അതുപോലെ പശു ബയോഗ്യാസ് ഉണ്ടാക്കുന്നു. പിന്നെ അതുപോലെ തന്നെ മണ്ണിര കമ്പോസ്റ്റ്, അങ്ങനെ ചാണകമൂത്രം ഉപയോഗിച്ച് ബയോഗ്യാസ് ഉണ്ടാക്കി അതിൻ്റെ സെറി വയലിലേക്ക് എടുത്ത് പച്ചക്കറികളൊക്കെ നനയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പാടത്തും പറമ്പിലും ഉണ്ടാക്കിയ ചെറുകുളങ്ങളിൽ മത്സ്യകൃഷിയുമുണ്ട്. ആസാം വാളയും വരാലുമാണ് ഇനങ്ങൾ. താറാവ്, കരിങ്കോഴി, നാടൻ ഗിനി, ടർക്കിക്കോഴികൾ, കാട എന്നിവയുമുണ്ട്. പശുവളർത്തലും അതുവഴി ബയോഗ്യാസ് പ്ലാന്റുമുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. തെങ്ങോലപ്പുഴു ബാധിച്ച കാസർഗോഡ് പടന്ന ഗ്രാമപഞ്ചായത്തിലെ തെങ്ങിൻ തോപ്പുകളിൽ കീടനിയന്ത്രണത്തിന് എതിർ പ്രാണികളെ എത്തിച്ചു. കാസർഗോഡ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് ആദ്യഘട്ടത്തിൽ ലഭ്യമായ 1000ഓളം മിത്രകീടങ്ങളെയാണ് തെങ്ങുകളിൽ പ്രയോഗിച്ചത്. പടന്നയിലെ തെങ്ങിൻ തോപ്പുകളിൽ തെങ്ങോലപ്പുഴു ശല്യം വ്യാപകമാണ്. ഇത് വിളവിനെ അടക്കം കാര്യമായി ബാധിച്ചു. കീടനിയന്ത്രണത്തിന്റെ ഭാഗമായാണ് എതിർപ്രാണികളെ തോപ്പുകളിൽ എത്തിച്ചത്. പുഴുക്കളിൽ മുട്ടയിട്ട് വംശവർദ്ധനവ് നടത്തി തെങ്ങോലപ്പുഴുവിന്റെ ലാർവകളെ നശിപ്പിച്ച് ആക്രമണത്തിന്റെ തീവ്രത കുറച്ചുകൊണ്ടുവരികയാണ് ലക്ഷ്യം. ഇവ തെങ്ങോലപ്പുഴുക്കളെ പരാതീകരിച്ച് നശിപ്പിക്കും. 40 മുതൽ 60 ദിവസത്തിനിടെ ഇവ പെരുകി കൂടുതൽ തെങ്ങുകളിലേക്ക് പടരും. ഇങ്ങനെ 2-3 മാസങ്ങൾക്കകം പുഴുശല്യം പൂർണ്ണമായും ഇല്ലാതാക്കാൻ എതിർപ്രാണികൾക്ക് കഴിയും. കീടത്തിന് അനുകൂലമായ കാലാവസ്ഥയായതിനാൽ കീടാക്രമണത്തിന്റെ തോത് വർദ്ധിക്കാനും സാധ്യതയുണ്ട്. കൂടുതൽ എതിർപ്രാണികളെ ലഭ്യമായാൽ തെങ്ങോലപ്പുഴുവിനെ ഫലപ്രദമായി നേരിടാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. പടന്ന കൃഷിഭവൻ ഓഫീസർ അരവിന്ദൻ കൊട്ടാരത്തിലിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തനം. ന്യൂസ് 18 പടന്ന. നവീകരണം കാത്തിരിക്കുകയാണ് കൊല്ലം മയ്യനാട് ഗ്രാമപഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് കെട്ടിടം. 1981 നിർമ്മിച്ച കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് പാളികൾ ഇളകി നിലം പതിക്കുന്ന അവസ്ഥയിലാണ്. തിരക്കേറിയ റോഡിന് സമീപത്തായാണ് അപകട നിലയിലായ ഈ കെട്ടിടമുള്ളത്. മയ്യനാട് പഞ്ചായത്തിനോട് ചേർന്നുള്ള ബഹുനില കെട്ടിടമാണിത്. ഏതു സമയവും പൊട്ടിപ്പൊളിഞ്ഞു വീഴുന്ന അവസ്ഥ. വയറിംഗ് അടക്കം നശിച്ചു. ഉപകരണങ്ങളെല്ലാം തുരുമ്പ് കയറി. ബഹുനില കെട്ടിടത്തിന്റെ ഉൾഭാഗങ്ങൾ അടർന്നു വീണ് കോൺക്രീറ്റ് പാളികൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. താഴെ ചുവരുകൾക്കും ബലക്ഷയം സംഭവിച്ചു. റോഡിനോട് ചേർന്നാണ് ഈ കെട്ടിടം നിലകൊള്ളുന്നത്. വയനാട് പഞ്ചായത്തിന്റെ തീരാശാപമാണ് 1981 പണികഴിപ്പിച്ച ഈ ഷോപ്പിംഗ് കോംപ്ലക്സ്. കാലാകാലങ്ങളായി ഇത് നോക്കുവാൻ ആളില്ലാത്തത് കൊണ്ടും മെയിൻ്റനൻസ് ചെയ്യാത്തതും കൊണ്ടാണ് ഇത് ഇങ്ങനെ സംഭവിച്ചത്. ഇത് മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞിരിക്കുക. മോളിൽ കൂടെ ആരെങ്കിലും നടന്നു പോയാൽ താഴെ മറിഞ്ഞ് വീഴുന്ന ഒരവസ്ഥ. എത്രയും പെട്ടെന്ന് ഈ ബിൽഡിംഗ് ഇടിച്ചു പൊളിച്ച് ചെയ്യണം. അല്ലെങ്കിൽ ദൂരവ്യാപകമല്ലാതെ അടുത്ത വർഷകാലം ആകുമ്പോഴത്തേക്ക് ഇത് നിലംപതിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പഞ്ചായത്ത് ഭരണസമിതി ഇടപെട്ട് കെട്ടിടം പുതുക്കിപ്പണിയണമെന്ന ആവശ്യമുയർന്നിട്ട് ഏറെ നാളായി. ഷോപ്പിംഗ് കോംപ്ലക്സിനോട് ചേർന്നുള്ള പഞ്ചായത്ത് കെട്ടിടവും പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണ്. നിലവിലെ അപകടകരമായ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ചില വ്യാപാര സ്ഥാപനങ്ങൾ ഒഴിഞ്ഞുപോകാത്തതാണ് നിർമ്മാണത്തിന് തടസ്സമെന്നാണ് പഞ്ചായത്ത് അധികൃതരുടെ വിശദീകരണം.
ന്യൂസ് 18 കൊല്ലം. അടുത്ത വാർത്ത എൻ്റെ നാട്ടിൽ നിന്നാണ്. ആയിരക്കണക്കിന് പേർ അണിനിരുന്ന ഒരു കരാട്ടെ പ്രദർശനത്തിന്റെ വാർത്തയാണിത്. വേൾഡ് ഫെഡറേഷൻ ഓഫ് ഷോട്ടോകാൻ കരാട്ടയുടെ നേതൃത്വത്തിലാണ് പാലക്കാട് ചാലിശ്ശേരിയിൽ കരാട്ടെ അവതരിപ്പിച്ചത്. ായിരത്തിലധികം കരാട്ടെ വിദ്യാർത്ഥികൾ ലോക റെക്കോർഡ് നേടുകയാണ് ലക്ഷ്യം. ചാലിശ്ശേരി മൂലയംപറമ്പത്ത് കാവുക്ഷേത്ര മൈതാനിയിലായിരുന്നു കരാട്ടെ പ്രദർശനം. വേൾഡ് ഫെഡറേഷൻ ഓഫ് ഷോട്ടോകാൻ കരാട്ടയുടേതായിരുന്നു പരിപാടി. വേൾഡ് ഫെഡറേഷൻ ഓഫ് ഷോട്ടോകാൻ കരാട്ടയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടി വളരെ സന്തോഷത്തോടെ ഇതിന് ആശംസകൾ നേരുന്നതായി ഞാൻ അറിയിക്കുകയാണ്. ERF വേൾഡ് കപ്പ് റെക്കോർഡിന് വേണ്ടിയുള്ള ഈ യജ്ഞം കേരളത്തിലെ ആയോധന കലകൾക്ക് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം നൽകുന്ന ഒന്നാണെന്ന് നമുക്ക് പറയാൻ കഴിയും. 20,000-ലധികം വിദ്യാർത്ഥികളും 250-ലേറെ അധ്യാപകരുമുള്ള ഫെഡറേഷൻ ഇന്ത്യയുൾപ്പെടെ 7 രാജ്യങ്ങളിൽ കരാട്ടെ പരിശീലിപ്പിക്കുന്നു. അടുത്ത വർഷം 15-ലധികം രാജ്യങ്ങളിലേക്ക് ഫെഡറേഷൻ വ്യാപിപ്പിക്കാനാണ് ലക്ഷ്യം. ആരോഗ്യമുള്ള തലമുറയെ വാർത്തെടുക്കുകയാണ് ഇവരുടെ ശ്രമം. ന്യൂസ് 18 പാലക്കാട്. അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ പട്ടാമ്പിയിലെ ഡയാലിസിസ് സെന്ററിൽ മെഷീനുകളെത്തി. RO പ്ലാന്റും ഇവിടെ സജ്ജമാവുകയാണ്. അവസാനഘട്ട പ്രവൃത്തികൾ പൂർത്തിയാക്കി ഡയാലിസിസ് സെന്റർ വൈകാതെ തന്നെ ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നത്. നിർമ്മാണം കഴിഞ്ഞ് വർഷങ്ങളായെങ്കിലും പട്ടാമ്പി ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനം ആരംഭിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം ഡയാലിസിസിനുള്ള യന്ത്രങ്ങൾ എത്താത്തതായിരുന്നു കാരണം. ഇത് വലിയ പ്രതിഷേധങ്ങൾക്കും ആരോപണങ്ങൾക്കും വഴിവെച്ചിരുന്നു. നീണ്ടകാലത്തെ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ ഇപ്പോൾ 8 ഡയാലിസിസ് മെഷീനുകൾ കേന്ദ്രത്തിലെത്തി. പുതിയ മെഷീനുകൾക്ക് അനുസൃതമായുള്ള വൈദ്യുതീകരണം പൂർത്തിയാക്കുകയും സജ്ജമാക്കിയിട്ടുള്ള RO പ്ലാന്റ് പ്രവർത്തിക്കുകയും ചെയ്യുന്നതോടെ ഡയാലിസിസ് കേന്ദ്രം തുറന്നുകൊടുക്കുമെന്ന് മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. ഇതോടൊപ്പം കേന്ദ്രത്തിലേക്ക് ആവശ്യമായ ഡോക്ടർമാരെയും ജീവനക്കാരെയും നിയമിക്കുന്നതിനുള്ള നടപടികൾ നടക്കുന്നതായും MLA പറഞ്ഞു. MLA ഫണ്ടിൽ നിന്ന് 1,23 ലക്ഷം രൂപ ചിലവഴിച്ചാണ് ഡയാലിസിസ് സെന്ററിലേക്കുള്ള പ്രവൃത്തികൾ നടത്തിയത്. പ്രവൃത്തിയുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി മുഹമ്മദ് മുഹസിൻ MLAയും ജനപ്രതിനിധികളും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും സെന്ററിൽ സന്ദർശനം നടത്തി. 2023 ഡിസംബറിൽ ഡയാലിസിസ് സെന്റർ ആരംഭിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചിരുന്നുവെങ്കിലും സാങ്കേതിക കാരണങ്ങളാലാണ് പ്രവൃത്തികൾ വൈകിയത്. നിലവിൽ ചാലിശ്ശേരി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലും ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലുമാണ് സമീപത്ത് സൗജന്യ ഡയാലിസിസ് ചെയ്യുന്നത്. പട്ടാമ്പി ഡയാലിസിസ് കേന്ദ്രം പ്രവർത്തന സജ്ജമാവുകയാണെങ്കിൽ നിരവധി രോഗികൾക്ക് വലിയൊരാശ്വാസമാകും. ന്യൂസ് 18 പട്ടാമ്പി. മലപ്പുറം ജില്ലയ്ക്കെതിരെ തുടർച്ചയായി ഉയരുന്ന അപകീർത്തികരമായ പ്രസ്താവനകൾക്കെതിരെ സർഗാത്മക പ്രതിഷേധവുമായി മുസ്ലിം യൂത്ത് ലീഗ്. ലവ്, ലെഗസി, ലിറ്ററേച്ചർ എന്ന പ്രമേയത്തിൽ മലപ്പുറത്തെ പ്രമേയമാക്കി 10 ചിത്രകാരന്മാരാണ് അവരുടെ ആശയങ്ങൾ ക്യാൻവാസിൽ പകർത്തിയത്. മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റി മലപ്പുറത്ത് നടത്തുന്ന മാ ലിറ്ററേച്ചർ ആൻഡ് കൾച്ചറൽ ഫെസ്റ്റിന്റെ ഭാഗമായായിരുന്നു ചിത്രകാരന്മാരുടെ ഒത്തുകൂടൽ. മലപ്പുറത്തിനെതിരെ തുടരെ ഉയരുന്ന പ്രസ്താവനകൾക്കും പരാമർശങ്ങൾക്കുമെതിരെ കലാത്മകമായ അടയാളപ്പെടുത്തലുകളിലൂടെ വേറിട്ട പ്രതിഷേധമുയർത്താൻ ഒരുങ്ങുകയാണ് യൂത്ത് ലീഗ്. ഇതിനുവേണ്ടി പ്രഖ്യാപിച്ച മാ ലിറ്ററേച്ചർ ആൻഡ് കൾച്ചറൽ ഫെസ്റ്റിന്റെ ഭാഗമായാണ് ചിത്രകാരന്മാരുടെ ഒത്തുകൂടൽ നടന്നത്. ഇതൊരു പോരാട്ടമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. കുറേ കാലങ്ങളായി നടക്കുന്ന തെറ്റിദ്ധാരണകൾക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടം. സത്യത്തിൽ ഭാഷാപിതാവ് തൊട്ട് സാഹിത്യരംഗത്തെ ഒട്ടുമിക്ക പ്രതിഭകൾക്കും MT വാസുദേവൻ നായർ വരെ നീളുന്ന മലയാളത്തെ മനോഹരമായ സാഹിത്യ ലോകത്തേക്ക് നയിച്ച സാംസ്കാരിക നായകർക്കൊക്കെ ജന്മം നൽകിയ അവരുടെ ജന്മനാടാണ് മലപ്പുറം. മലപ്പുറത്തിന്റെ ബഹുസ്വരതയെ അവർ 10 പേർ 10 രീതിയിലാണ് ക്യാൻവാസിൽ പകർത്തിയത്. ജില്ലയിലെ കലാസാംസ്കാരിക വൈവിധ്യങ്ങളാണ് തങ്ങളുടെ കലാസൃഷ്ടിയിലൂടെ ചിത്രകാരന്മാർ വരച്ചുകാട്ടിയത്. മലപ്പുറത്തിന്റെ സ്നേഹവും സൗഹൃദവും പ്രകൃതിയും ആത്മീയതയും സാഹിത്യവുമെല്ലാം വിഷയങ്ങളായി. മലപ്പുറത്തിനെതിരായ അപവാദ പ്രചാരണങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധമായി ഓരോ ചിത്രങ്ങളും മാറി. ചിത്രകലാ ക്യാമ്പ് ആർട്ടിസ്റ്റ് സഗീർ ഉദ്ഘാടനം ചെയ്തു. ആർട്ടിസ്റ്റ് ദയാനന്ദൻ, KM നാരായണൻ, തോലിൽ സുരേഷ്, മുക്താർ ഉദരംപോയിൽ, ഷമീം സീകൾ